ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പറമ്പിലെല്ലാം കാണുന്നത് ഇതുപോലത്തെ പുല്ലും കാർബോണിന്റെ റോളും കൊണ്ട് ആർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡെക്കോറുമായിട്ടാണ്. എല്ലാ പറമ്പുകളിലും ഇതുപോലത്തെ കാടുകൾ കാണും, നമ്മൾ അത് പുഴുത് കളയുകയും ചെയ്യും. എന്നാൽ ആർക്കും വേണ്ടാത്ത ഈ കാട് കൊണ്ട് എങ്ങനെ നമുക്കൊരു ഡെക്കോർ ഐറ്റം ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് ഇതുപോലെ ഒരു കുഞ്ഞു മൂടിയും കൂടി ഇതിന് ആവശ്യമുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് എങ്ങനെയാണ് ഡെക്കോർ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് തന്നെ ഈ കാർഡ്ബോർഡ് റോളിന്റെ ഈ ഒരു ഭാഗം പോയിട്ടുണ്ട്. നമുക്കത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിന്റെ റൗണ്ട് ഒന്ന് നീറ്റായിട്ട് ഇതുപോലെ കത്രിക കൊണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ മൂടിയുടെ മുകളിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ കാർഡ്ബോർഡിന്റെ റോള് ഒട്ടിച്ചു കൊടുക്കാം. നന്നായി ഒട്ടിയതിന് ശേഷം ഇത് ഫുള്ളായി കവർ ചെയ്തുകൊണ്ട് നമുക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഓറഞ്ച് കളർ പെയിന്റാണ് അടിച്ചു കൊടുക്കുന്നത്. പെയിന്റ് വേറൊരു ബൗളിലോട്ട് ആക്കിയതിന് ശേഷം കുറച്ച് വാട്ടറും കൂടി ചേർത്ത് മിക്സ് ചെയ്താണ് അടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഫുള്ളും പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കോട്ട് പെയിന്റ് അടിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇത് നന്നായി ഉണങ്ങാൻ മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുല്ലിനും കൂടി ഓറഞ്ച് കളറിലുള്ള പെയിന്റ് തന്നെ അടിച്ചു കൊടുക്കാം. അങ്ങനെ ഇതും ഇതുപോലെ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ടൈം കൊണ്ട് നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുത്ത കാർഡ്ബോർഡിന്റെ റോളും മൂടിയും നന്നായി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉള്ളിലോട്ട് കുറച്ച് ന്യൂസ് പേപ്പർ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പുല്ലിനെ ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈസി ആയിട്ടുള്ള കുഞ്ഞു ഡെക്കോർ റെഡി ആയിട്ടുണ്ട്. ഇത് ഈസി ആയിട്ട് കുഞ്ഞു മക്കൾക്ക് പോലും ചെയ്തെടുക്കാവുന്നതല്ലേ. മാത്രവുമല്ല, നമ്മൾ പറമ്പിൽ ആർക്കും വേണ്ടാതെ പുഴുത് കളയുന്ന ഒരു കാട് കൊണ്ടാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ? സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഒരു വീഡിയോയുമായി കാണാം. ബൈ.